2017 ആദ്യമായിട്ട് മോദി ഇസ്രായേലിൽ പോകുന്നത്. അതെ. ഇസ്രായേലിൽ പോകുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയായിരുന്നു. ഇപ്പോൾ വിമർശിക്കുന്ന പ്രതിപക്ഷമുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ കാലത്താണ് ഇസ്രായേലുമായിട്ട് നമ്മൾ ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം തുടങ്ങുന്നത്. ഇസ്രായേലിൻ്റെ ഒരു എംബസി ഡൽഹിയിൽ തുറക്കുന്നത് നരസിംഹറാവുവിൻ്റെ കാലത്താണ്, കോൺഗ്രസിൻ്റെ കാലത്താണ്. അത് കോൺഗ്രസ് മറന്നുപോകുന്നു. നമ്പർ 2, അന്നും ഈ എന്തിനാണ് ഇസ്രായേലിനോടൊരു അയിത്തം എന്ന് ആർക്കും, തലയ്ക്ക് വെളിയുള്ള ആർക്കും മനസ്സിലായിട്ടില്ല. ഇന്നും കോൺഗ്രസ്സിന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യവുമല്ല. കാരണം ഇസ്രായേൽ എന്ന രാജ്യത്തെ നമ്മൾ അംഗീകരിച്ചു, പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചു. പാലസ്തീന് ഡൽഹിയിൽ ഒരു എംബസിയുണ്ട്, അവരുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അംബാസിഡറുണ്ട്, ഒക്കെയുണ്ട്. പിന്നെ പാലസ്തീനെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല, ഇസ്രായേലിനെ പാലസ്തീൻ അംഗീകരിക്കുന്നില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ബർമയിൽ നിന്ന് മ്യാൻമർ, അവിടുന്ന് റോഹിംഗ്യ ഭാഗത്തുള്ള മുസ്ലിങ്ങളെ അവർ പുറത്താക്കുന്നു. അവരാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. റോഹിംഗ്യരല്ലാത്ത മുസ്ലിങ്ങളും മ്യാൻമറിലുണ്ട്. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ബർമ പുറത്താക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബർമയുമായിട്ട് നമ്മുടെ നയതന്ത്ര ബന്ധം ഇല്ലാതാക്കണം എന്നാരെങ്കിലും പറയുമോ? ഇതെന്താ ഈ പറയുന്നത്? ശത്രുവിൻ്റെ ശത്രു നമ്മളുടെയും ശത്രു ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോസിബിൾ അല്ല. ഇപ്പോൾ റഷ്യയും യൂറോപ്പും അത്ര രസത്തിലല്ല, പലരും വട്ടം ഉടക്കലുമാണ്, ഹംഗറിയൊക്കെ. എന്ന് വിചാരിച്ച് നമുക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ പറ്റുമോ? നമുക്ക് ഹംഗറിയുമായിട്ട് ബന്ധം വിച്ഛേദിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു രാജ്യവും ചെയ്യാറില്ല. എങ്ങുമില്ലാത്ത ഒരു സമ്പ്രദായം ഇന്ത്യ പിന്തുടരണമെന്ന് ഇപ്പോഴും പറയുന്നത് എന്തോ പാലസ്തീനെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും. ഇതാണല്ലോ ഇതിനകത്തെ രഹസ്യം. ഇതല്ലാതെ ഒന്നുമില്ല. മാത്രമല്ല, പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ പാലസ്തീനിലെ, അതുപോലെ പീഡിപ്പിക്കുന്ന മുസ്ലിങ്ങൾ വേറെയുമുണ്ട്. ചൈനയിലുണ്ട്, റഷ്യയിലുണ്ട്, അസർബൈജാനിലുണ്ട്, പല സ്ഥലത്തുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കരയണ്ടേ? അതിന് പോയി കഴിഞ്ഞാൽ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ലോക മുസ്ലിങ്ങളുടെ മെക്ക സൗദി അറേബ്യ, അവർ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലല്ലേ? പിന്നെന്താ ഇന്ത്യ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലായാൽ? പാലസ്തീനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പാലസ്തീനെ യുണൈറ്റഡ് നേഷൻസിൽ മെമ്പറാക്കിയിട്ടില്ല. അതിന് നമ്മളെന്ത് വേണം? നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പാലസ്തീന് വേണ്ടിയിട്ട് മരിക്കാനുള്ളവരാണോ ഇന്ത്യക്കാർ? എന്താ പാലസ്തീനാണോ നാട്ടിലെ ഏറ്റവും വലിയ മാന്യന്മാർ? ഈ തെമ്മാടിത്തരത്തിനൊന്നും കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഈ നോൺസെൻസ് കുറേ കാലം കോൺഗ്രസ് കൊണ്ടു നടന്നു. ഈ ലിയോ ഓർത്ത് നോക്ക്, 1980 പാകിസ്ഥാൻ ന്യൂക്ലിയർ റിയാക്ടർ തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്ത് ഇസ്രായേൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്, ഇന്ദിരാഗാന്ധിയെ സമീപിച്ചു. ഇസ്രായേൽ പറഞ്ഞു, പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം, ഞങ്ങൾ ആ കഹൂട്ട റിയാക്ടർ തകർത്ത് കളയാം. ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ വന്ന് ബോംബിട്ട് തകർത്ത് കളയും. ആകെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപകാരം, ഒന്നുകിൽ രാജസ്ഥാനിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് വിമാനങ്ങൾക്ക് റീഫ്യൂൽ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. അതെ, നിങ്ങൾ അറിയാതെ ഞങ്ങൾ ചെയ്തു എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പ്രസ്താവന ഇറക്കിക്കൊള്ളൂ, കുഴപ്പമില്ല. ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുന്നു. ഇന്ദിരാഗാന്ധി 80 മുതൽ 84 വരെ 4 വർഷം അത് വെച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 84 അവർ പറ്റില്ല എന്ന് പറഞ്ഞു. 84 അവസാനമായപ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധി മരിച്ചും പോകുന്നു. പിന്നീട് ഒന്നും സംഭവിക്കുന്നില്ല. പാകിസ്ഥാൻ അണുബോംബ് നിർമ്മിക്കുന്നു. ഇതാണ് ഇസ്രായേലുമായിട്ട് നമ്മൾ സമയത്ത് കണക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുന്ന ദോഷം. അതിലേറ്റവും വലിയ ദോഷമായിരുന്നു പാകിസ്ഥാൻ്റെ ഈ ആണവബന്ധം. പിന്നീട് അമേരിക്ക പാകിസ്ഥാനെ വശത്താക്കിയിട്ട് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അണുബോംബുകൾ.